അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇസ്ലാമിക് ചലഞ്ച്. ഞാൻ യൂട്യൂബിൽ തുടങ്ങിയ സമയത്ത്, അതായത് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് തുടങ്ങിയ ചലഞ്ചാണ് ഇസ്ലാമിക് ചലഞ്ച്. ഇസ്ലാമിക് ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധാരാളം നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതും 1 മന്തിനുള്ളിലാണ് അതിൽ ആ ചേഞ്ചസ് കണ്ടു തുടങ്ങിയത് എന്നുള്ളതാണ്. അത് പലർക്കും, അതായത് ഇത് ഫോളോ ചെയ്ത പലർക്കും നിങ്ങളിൽ ലൈഫിൽ എന്തായാലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ ഇസ്ലാമിക് ചലഞ്ച് തുടങ്ങാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമായിരിക്കാം. ഞാൻ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2024 നീറ്റ് പി ജി എഴുതിയായിരുന്നു. ഞങ്ങൾ ആ 24 നീറ്റ് പി ജി ആണ് അത് ഏറ്റവും നീട്ടി കൊണ്ടുപോയൊരു നീറ്റ് പി ജി. ഞാൻ 2023 ഇറങ്ങിയത്, ഹൗസ് സയൻസ് കഴിഞ്ഞ് ഇറങ്ങിയത്. ആ ഹൗസ് സയൻസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് എന്തോ ഇത് എക്സാം എഴുതാൻ പറ്റിയായിരുന്നു, നീറ്റ് എഴുതാൻ പറ്റിയായിരുന്നു. അന്നൊന്നും പഠിച്ചിട്ടില്ല, ഒരു വസ്തുവും അറിയാത്ത സമയത്ത് നീറ്റ് പി ജി എഴുതി. അന്ന് എനിക്ക് റാങ്ക് വന്നത് 1,37,000 റാങ്കാണ്. അന്ന് 2 ലക്ഷം ഡോക്ടേഴ്സാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ലെവൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടാമത് ഞാൻ പഠിക്കാനായിട്ടിരുന്നു. എക്സാം എഴുതി റാങ്ക് അൽഹംദുലില്ലാ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ് നോക്കുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത റാങ്ക് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാ 1,37,000 20,000 20,405 റാങ്കാണ് എനിക്ക് ഇപ്രാവശ്യം നീറ്റ് പി ജിയിൽ വന്നത്. അൽഹംദുലില്ലാ അതുകൊണ്ട് പി ജി സീറ്റ്സൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെ ഇതിലുണ്ടാവുമല്ലോ, ഇന്ന സീറ്റ് ഇന്ന കോളേജിൽ കിട്ടണം ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്ത കുറേ ആളുകളുണ്ട്, അത്യാവശ്യം നല്ല റാങ്കുകൾ. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷന് അത്ര റാങ്ക് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാ കിട്ടിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇതിലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ സീറ്റ് എടുക്കുന്നില്ല. ഒന്നും കൂടി ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആ സമയത്തും പല നിസ്കാരങ്ങളും ദുആകളും അതുപോലെ ദിക്റുകളും എല്ലാം ചൊല്ലിയിട്ടുണ്ട്. ഈവൻ എനിക്ക് വേണ്ടി ധാരാളം പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചാലും എനിക്ക് ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ലല്ലോ. പക്ഷേ ഞാൻ അൽഹംദുലില്ലാ സാറ്റിസ്ഫൈഡ് ആണ്. 20,000 റാങ്ക് കിട്ടിയത്. അതും ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, എത്രയോ ആളുകളുടെ ഒരു ഡ്രീം റാങ്കാണിത്. ഈ റാങ്ക് എന്ന് പറഞ്ഞാൽ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ റാങ്ക് പറഞ്ഞാൽ അൽഹംദുലില്ലാ നല്ലൊരു റാങ്ക് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ എന്ത് കിട്ടിയാലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കാം. പക്ഷേ ആ സമയത്ത് ശരിക്ക് ഇബ്ലീസ് എൻ്റെ മനസ്സിൽ ശരിക്ക് എന്തെങ്കിലും തീയിടേണ്ടതാണ്. കാരണം നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, അള്ളാഹു നിനക്ക് തന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. പക്ഷേ അൽഹംദുലില്ലാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു ഇതിനേക്കാളും ഹൈറായതെന്തോ അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇൻഷാ അള്ളാ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. എന്തൊരു താഴ്ചയുണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ അള്ളാഹു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരിക്കലും കൈവിടാൻ പാടില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലുതും തരാനായിരിക്കും നിങ്ങൾക്ക് ആ ഒരു താഴ്ച ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ക്ഷമ വേണം. ആ ക്ഷമ എന്നുള്ളതാണ് നമ്മളെ ലൈഫിൽ വേണ്ട ഒരു കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആ സമയത്ത് ഞാനിപ്പോൾ കുറച്ച് ജോബേ ചെയ്യുന്നുള്ളൂ. പെർമനൻ്റ് ആയിട്ട് ജോബൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെർമനൻ്റ് ആയിട്ട് ജോബ് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ക്ലിനിക്കോ അങ്ങനെയൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പണ്ട് ഇത് ഒരു 2 വർഷം മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു, ചലഞ്ച് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട്. ഈ സെയിം യൂട്യൂബ് ചാനൽ തന്നെയാണ്. അതിനുശേഷമാണ് ഞാൻ പേര് മാറ്റിയത്. നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോന്ന് എൻ്റെ ഫോണിൽ നിന്ന് പല എൻ്റെ മെമ്മറീസും ഡിലീറ്റായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സെക്യൂർ ആക്കാൻ വേണ്ടി തുടങ്ങിയ യൂട്യൂബ് ചാനലാണിത്. പിന്നെ എന്നെ ചലഞ്ച് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ചലഞ്ച് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ് അത്. ഞാൻ മാത്രം കാണും, അല്ലെങ്കിൽ പിന്നെ 1-2 എന്നെ അറിയുന്ന 2 ആളുകളൊക്കെ കാണുമെന്ന് വിചാരിച്ച് തുടങ്ങിയ ചാനലാണ് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ തുടങ്ങി. അതിലുള്ള 3 ചലഞ്ചായിരുന്നു ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഈ ചലഞ്ച് ഒന്ന് വെയിറ്റ് ലോസ് ചലഞ്ച്, സ്റ്റഡി ചലഞ്ച് ആൻഡ് ഇസ്ലാമിക് ചലഞ്ച്. സ്റ്റഡി ചലഞ്ചും വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ഏകദേശം ഡ്രോപ്പ് ആയിട്ടുണ്ട്. ബട്ട് ഐ വിൽ റീസ്റ്റാർട്ട്. ഞാൻ അത് തളരില്ല. ഞാൻ എന്തായാലും അത് അച്ചീവ് ചെയ്യും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഐ വിൽ ട്രൈ. അപ്പോൾ ഇസ്ലാമിക് ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ November 26 ഞാൻ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്നാണ് ഞാൻ ഇസ്ലാമിക് ചലഞ്ചിനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലുള്ള പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ്. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിസ്കാരം ചെയ്യുന്നുണ്ട്. നിസ്കാരം എന്ന് ഇരുന്നാലും ലേറ്റായിട്ടൊക്കെ ഞാൻ നിസ്കരിക്കാറുള്ളത്. ഖളാ അല്ല, ലേറ്റായിട്ട് ചില സമയത്ത് ചില നിസ്കാരങ്ങളൊക്കെ ഖളാ ആകാറുണ്ട്. പക്ഷേ ആ ചലഞ്ച് തുടങ്ങിയ ശേഷം കൃത്യസമയത്ത് ഖളാ ആവാതെ നിസ്കരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈവൻ ജമാഅത്തൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു 1 ഇയറിൽ കുറച്ച് മാത്രമേ ജമാഅത്തുകൾ,
ഒരു ചില നിസ്കാരങ്ങൾക്ക് മാത്രം, പ്രത്യേകിച്ച് എന്തായാലും ജുമുഅ കിട്ടും, ബാക്കിയുള്ളതിലൊക്കെ റമദാനിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ കിട്ടുന്ന സമയങ്ങളിൽ ജമാഅത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. പക്ഷേ ജമാഅത്ത് ഭയങ്കര റയറാണ്, ചെയ്തിട്ടില്ല. നിസ്കരിക്കാറുണ്ട്, ജമാഅത്ത് കിട്ടൽ ഭയങ്കര കുറവാണ്. കാരണം നമുക്ക് കുറച്ച് ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജമാഅത്തും കൂടി കിട്ടി പോകുന്നുള്ളത് അത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ തുടങ്ങി 26-ാം തീയതി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 28-ാം തീയതിയാണ് അൽഹംദുലില്ലാ ഒരു ഞാൻ ഇതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ടൊരു വണ്ടിക്ക് വേണ്ടിയിട്ട്, സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ 28-ാം തീയതിയാണ് അത് സ്കൂട്ടി കിട്ടിയത്. അതിൻ്റെ തലേ ദിവസം 27-ാം തീയതി എനിക്കൊരു കോൾ വന്നു. എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ജോബ് തന്നെ. ഇത് നമ്മളിപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 27-ാം തീയതി തന്നെ എനിക്ക് ആപ്റ്റായിട്ടുള്ള, എനിക്ക് സൗകര്യമുള്ളൊരു ജോബ് ഓഫർ വന്നു. അവിടെ വെട്ടത്തൂർ അൽറഫ ക്ലിനിക്കിൽ ഞാൻ 29-ാം തീയതി ജോയിൻ ചെയ്തു അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ എനിക്കൊരു ജോബ് ഓക്കെ ആയി. അതുപോലെ പിന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അത് ജോബിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ജോബ് കിട്ടി, ഓക്കെ. പക്ഷേ എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ ആഗ്രഹിച്ചിരുന്നത്, അതിലുള്ള ചലഞ്ച് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കമൻ്റ് ഇടാം. കമൻറ്റിൽ ഏത് ചലഞ്ചിൽ പറയുന്നത് കാര്യങ്ങൾ, അതിൽ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ 15 പോയിൻ്റായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അത് ഒന്നാമത്തത് കൃത്യസമയത്ത് നിസ്കരിച്ചാൽ അതിന് ഒരു 3 പോയിൻ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു നിസ്കാരത്തിന് 3 പോയിൻ്റ് എന്നുള്ള രീതിയിൽ, അങ്ങനെ ടോട്ടൽ 15 പോയിൻ്റ്. അതായത് ഒന്ന് സമയത്ത് നിസ്കരിച്ചാൽ, പിന്നെ ആദ്യത്തെ ഇത് ഖളാക്കാൻ നിസ്കരിച്ചാൽ 1 പോയിൻറ്റും, ആദ്യത്തെ സമയത്ത് നിസ്കരിച്ചാൽ 1 പോയിൻറ്റും, പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അതായത് ജമാഅത്തായി നിസ്കരിച്ചാൽ 1 പോയിൻ്റ്. അതായത് 3 രീതിയിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 3 പോയിൻ്റ്. അതായത് ഒരു നിസ്കാരത്തിൽ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 27 ഇരട്ടി കൂലി കിട്ടും. അതായത് ഒരു കൂലിക്ക് പകരം 27 കൂലി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചലഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റാതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ഹെൽപ്പും കൂടി വേണം. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടിയെന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഞാൻ അവിടുത്തെ, അതായത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. സോ കൃത്യസമയത്ത് എല്ലാ വക്തിനും എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജോബാണ് എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. മേ ബി ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കാരണമാവാം എന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിച്ചു എന്ന് ആ ആഗ്രഹം പെട്ടെന്ന് തന്നെ സഫലമായി കിട്ടി അൽഹംദുലില്ലാ. പിന്നെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. പ്രാർത്ഥന വളരെ നല്ലൊരു എഫക്റ്റാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ. അതായത് അള്ളാഹുവിനോട് മാക്സിമം ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തീർച്ചയായിട്ടും ഇൻഷാ അള്ളാഹ് തരും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്കിപ്പോൾ അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജോബ് കിട്ടി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ലൈഫിലൊരു സമാധാനം കിട്ടി. അതായത് അതുപോലെ ഞാൻ കാരണം കുറച്ച് ആളുകളെങ്കിലും നന്നായി കാണുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. ഈവൻ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമല്ലോ എന്നുള്ളൊരു വിശ്വാസം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈവൻ മരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ഖബറിലോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസം കൂടി. കാരണം നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ചില ആളുകളെ നമ്മളിപ്പോൾ ഇതിലൊക്കെ ഹദീസിലൊക്കെ കാണല്ലോ, അവർ പറഞ്ഞിട്ട് ഒരാൾ മുഅ്മിനായി, അല്ലെങ്കിൽ നന്നായി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ കാരണം ആരെങ്കിലുമൊക്കെ നന്നായിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് ചില കമൻസൊക്കെ ഞാൻ കണ്ടു. അതായത് അവർ ഖളായി നിസ്കരിച്ചിരുന്ന ആളുകളെ രണ്ടാമത്തെ അദായി നിസ്കരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, ഇനി ആദ്യത്തെ സമയത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് കാണുമ്പോൾ അൽഹംദുലില്ലാ, എന്താ പറയുക, എനിക്ക് സന്തോഷം അൽഹംദുലില്ലാ. അപ്പോൾ ഒരാൾ നമ്മൾ കാരണം നന്നാവുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാവും, എന്നാലും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഒരു ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ഇത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ ഒരു വീഡിയോക്കാണ് ജസ്റ്റ് ക്ലിക്കായത്. ക്ലിക്ക് മീൻസ് പറയാൻ കാരണം ഈ കുറച്ച് ആളുകളെങ്കിലും കാണാൻ തുടങ്ങിയത്. അതായത് ആ ഒരു വീഡിയോ 14,000 ആളുകളെ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്തായാലും നമുക്ക് പുതിയ അറിവുകൾ കാണാൻ തോന്നും. അതായത് ആളുകൾ നമ്മളെ കാണാൻ ആളുകളുണ്ട്, കേൾക്കാൻ ആളുകളുണ്ട്, നമ്മൾ പറയുന്നത് പോലെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കും. കൂടുതൽ കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരോട് ചെയ്യാൻ പറയാമോ എന്നുള്ളൊരു തത്വമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ അത് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അത് ബാക്കിയുള്ളവരോട് പറഞ്ഞ് അവരോടും ചെയ്യാൻ പറയാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ
അങ്ങനെ 1 മന്ത് ഈ 1 മന്തിൽ ഇത്രയും പിന്നെ നമ്മളൊരു ഹാപ്പിനെസ് സമാധാനം ഉണ്ടായി. അതുപോലെ നമ്മുടെ കടങ്ങളെല്ലാം വീടി തുടങ്ങി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ പിന്നെ ഏതൊരു ചെറിയ ഇതുണ്ടെങ്കിലും അത് നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ നിങ്ങളുടെ മുന്നിൽ, അത് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആലോചിക്കണം ഏതൊക്കെ നിഅമത്തുകളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതൊക്കെ കഴിയാത്ത എത്രയും ആളുകളുണ്ട്. ഈവൻ ദുഃഖങ്ങളുള്ള എത്രയും ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് എത്ര ദുഃഖങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കഴിയാത്ത എത്രയും ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ആലോചിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് സ്തുതിക്കുക, നന്ദി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു അടിമയ്ക്ക് വേണ്ട ഒരു കാര്യം എന്നുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്. യൂട്യൂബ് ചാനലിൽ ഞാനൊരു ഇത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ ആളുകളുടെ കമൻറ്റും അവർക്കും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യവും, അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചലഞ്ച് കുറച്ചും കൂടി ഡെപ്തിയറാക്കി. ഈവൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചലഞ്ച് ഞാൻ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്ന ടൈപ്പായിരുന്നു. പിന്നെ അത് ഓരോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. 2.0 ഇസ്ലാമിക് ചലഞ്ച്, 2.0 റജബ് ഇസ്ലാമിക് ചലഞ്ച്, അങ്ങനെ 2-3 ചലഞ്ചുകളുണ്ട്. അപ്പോൾ 2.0 ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് 1000 സ്വലാത്തൊക്കെ ഡെയിലി ചെല്ലുന്നുണ്ട്, എനിക്കൊക്കെ എന്തെങ്കിലും അത് പറ്റുമോ എന്നുള്ളത്. ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്, പക്ഷേ ഞാൻ കണക്ക് നോക്കാറില്ല. ജസ്റ്റ് നമുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം കുറച്ച് സ്വലാത്ത് ചൊല്ലും. പക്ഷേ നമ്മളിപ്പോൾ കണക്ക് വെച്ചിട്ട് സ്വലാത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ ഇസ്ലാമിക് ചലഞ്ച് തുടക്കത്തിൽ ഒരു 100 സ്വലാത്ത് എന്തോ ആണ് അതിലെ ചലഞ്ചിൽ ഉണ്ടായിരുന്നത് തുടക്കം. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് നമ്മളിപ്പോൾ മോർണിംഗ് 100, ഈവനിങ് 100, 200 ആക്കി. അങ്ങനെ മെല്ലെ 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 ഇമ്പ്രൂവ് ആയിട്ട് 1000 സ്വലാത്ത് ചെല്ലുന്ന രീതിയിലാണ് ചലഞ്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് സമയമുണ്ട്. എത്ര ബിസിയാണ് മനുഷ്യനാണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചാൽ നമുക്കതിനുള്ള സമയമുണ്ട്, ചെയ്യാനുള്ള സമയമുണ്ട്, ഖുർആൻ ഓതാനുള്ള സമയമുണ്ട്, ദിക്ർ ചൊല്ലാനുള്ള സമയം ഉണ്ട്. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയാൽ അതിനുള്ള സമയം എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നല്ല കൂടിയിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സ് 120 എന്തോ, എനിക്ക് അറിയുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് 500 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയിട്ടുള്ളത്. അതായത് 500 ആളുകളെങ്കിലും എന്നെ കാണാനുണ്ടായിട്ടുള്ളത്. അത് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി എനിക്ക് തോന്നുന്നത് ജനുവരി ഡിസംബർ 31, അതായത് ന്യൂ ഇയർ ആകുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് ആദ്യമായിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അൽഹംദുലില്ലാ. അത് ഞാൻ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലല്ല ഞാൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഉള്ള അറിവുകൾ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഞാനൊരു ഏണിങ്സും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ഉപകാരം കിട്ടുന്ന രീതിയിൽ ആവുക. തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോ, അതായത് ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഒരു 80,000 ആളുകളോളം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് എനിക്ക് അറിയുന്ന ഒരാളോട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകളേ ഉള്ളൂ. വാച്ച് അവേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് 500-ന് താഴെ വാച്ച് അവേഴ്സ്, 300 എന്തോ വാച്ച് അവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ഇതൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞാൽ 4000 വാച്ച് അവേഴ്സൊക്കെ ആയാലേ മോണിറ്റൈസ് ഒക്കെ ആവുള്ളൂ എന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു. അതൊന്നും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം 6 മാസം 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത ആളുകളിലാണ് മോണിറ്റൈസ് ഒക്കെ ആവുന്നത്. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല അതിന് വേണ്ടിയിട്ട്, ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ബട്ട് നമുക്ക് ആഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ അള്ളാഹു സഫലീകരിച്ച് തരുന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങളിലേക്ക് വെറുതെ വേവലാതിപ്പെടാതിരിക്കുക. നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് 80,000 ആളുകളോളം കണ്ടു. അൽഹംദുലില്ലാ. ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്തതല്ല. എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തുള്ളതാണ്. അതുപോലെ തന്നെ ഇതും ഇസ്ലാമിക് ചലഞ്ചിൽ എനിക്കുണ്ടായ മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും അത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അതിലുള്ളൊരു ബെറ്റർ തെളിവാണ് ഞാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് 2-3 ദിവസം മുന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഇത് ജനുവരി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ 6-7 മാസം നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുന്നെയാണല്ലോ ഞാൻ വീഡിയോ ഇട്ടത്. വീഡിയോ ഇട്ടു, കുറേ ആളുകൾ കാണാൻ തുടങ്ങി. അൽഹംദുലില്ലാ. കുറേ പ്രാർത്ഥനകൾ എനിക്ക് കിട്ടി. അതിലെല്ലാം ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാളും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അതുപോലെ വാച്ച് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോക്ക് മാത്രം അൽഹംദുലില്ലാ. ഞാൻ വലിയത് പറയുകയോ ഒന്നുമില്ല. ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത, ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉണ്ടായൊരു മാറ്റം ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് 4000 വാച്ച് അവേഴ്സ് ആയി. എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി ഇത് അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ കുറേ ഉപകാരങ്ങളുണ്ട്. ഞാൻ ഓരോ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. ജേർണലിങ്ങിൽ
കുറേ ക്രിറ്റിസൈസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടെന്നുള്ളതൊക്കെ. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞാൻ ഒരാൾ നമ്മളിപ്പോൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അള്ളാഹുവിനെക്കുറിച്ച് അവൻ ഓർത്തു എന്നുള്ളതാണ്. അത്രയും സമയം അസ്മാഉൽ ഹുസ്ന നമുക്ക് ഫുൾ ഓതാൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റ്, മാക്സിമം പോയാൽ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഉള്ളൂ. അതിപ്പോൾ കൂടുതൽ പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് ഒരാളെങ്കിലും ഞാൻ കാരണം ആ ഒരു ഇസ്മി ചൊല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശിക്കേണ്ടത്? ഇത് ഞാൻ കാരണം അവൻ അള്ളാഹുവിനെ ഓർത്തു എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് കുറ്റം കിട്ടുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് കൂലി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമേ എൻ്റെ നിയ്യത്ത് അതാണ്. അതായത് ബാക്കിയുള്ളവരും ഞാൻ കാരണം അത് അള്ളാഹുവിനെ ഓർക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ബാക്കിയുള്ളവർക്കൊരു ബാഡ് മെസ്സേജോ ഒന്നും ഞാൻ തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് മാറ്റമുണ്ടായി. അസ്മാഉൽ ഹുസ്ന ഞാൻ അങ്ങനെ ഡെയിലി ചെയ്യാത്ത ഒരാളാണ്. ഈവൻ എൻ്റെ ജീവിതത്തിൽ തന്നെ മാക്സിമം പോയ അസ്മാഉൽ ഹുസ്ന 1 2 തവണയ്ക്ക് ഞാൻ ഓതിയിട്ടുണ്ടാവുള്ളൂ. ഈ ഇസ്ലാമിക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു സബ്സ്ക്രൈബർ പറഞ്ഞ ശേഷം ആണ് ഞാൻ ആ ചലഞ്ചിൽ അസ്മാഉൽ ഹുസ്നയെ ഇൻക്ലൂഡ് ചെയ്തത്. അസ്മാഉൽ ഹുസ്നയെ ഇൻക്ലൂഡ് ചെയ്ത ശേഷം ജേർണലിംഗ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിലാണ് ഇത്രയും ആളുകൾ കാണാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകത തന്നെ ആയിരിക്കും അത്. മാത്രമല്ല ഇസ്ലാമിക് ചലഞ്ചിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു നിയന്ത്രിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇനിയിതിപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഉയർച്ചയുണ്ടായി, എന്തായാലും ഒരു താഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താഴ്ചയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഖൈർ മാത്രം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. നമുക്ക് നമ്മളിപ്പോൾ അൽഹംദുലില്ലാ എന്തൊരു ഹാപ്പിനെസ് ഉണ്ടായാലും അതിനൊരു സൈഡ് ഉണ്ടാകും. ഒന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നീട്ടി കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഈ ഒരു മാസത്തിൽ കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ധാരാളം ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഈ ചലഞ്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് മാറ്റം കാണണമെന്നില്ല. മാറ്റം കാണുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിൽ ഇതാണ്. അതായത് ഈ ചലഞ്ചിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ സൂറത്ത് ഓതുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതകളുണ്ട്. യാസീൻ സൂറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അതുപോലെ വാഖിഅ സൂറത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം വിശാലമാകുന്നുണ്ട്. റഹ്മാൻ സൂറത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാകുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫതഹ് സൂറത്തിലാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നുള്ളതാണ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സൂറത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ദിക്റിന് പ്രത്യേകതകളുണ്ട്, സ്വലാത്തിന് പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഓരോന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഈവൻ ആ സ്വലാത്ത് എത്രത്തോളം സ്വലാത്ത്, തിബ് സ്വലാത്ത്, ഫതഹ് സ്വലാത്ത്, പിന്നെ വെള്ളിയാഴ്ച നമ്മൾ ഓതാനുള്ള അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക, ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം ഇത് ഗ്രൂപ്പ് പല വീഡിയോസിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരും ചെയ്യാൻ നോക്കുക, ഞാനും ചെയ്യാൻ നോക്കും. ഇൻഷാ അല്ലാഹു ഇത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള പ്രാർത്ഥന. അതിലാണ് കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തു അല്ലെങ്കിൽ 2 ദിവസം ചെയ്തു എന്നുള്ള കാര്യം, നമുക്കത് നിലനിർത്താൻ പറ്റട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ധാരാളം പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ച് കൊടുക്കട്ടെ. വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. മക്കളെ സ്വലിഹീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ ശക്തിയാക്കട്ടെ. അത് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അസ്സലാമു അലൈക്കും.